ദേഷ്യം പിടിക്കുമ്പോൾ മൗനം അവലംബിക്കുക. അന്യായമാണ് നമ്മളോട് മറ്റൊരാൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നാം മൗനം അവലംബിച്ചാൽ ഒരു മലക്കിന്റെ പിന്തുണയുണ്ടാകുമെന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് വെറുതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി നാവുകൊണ്ട്. ഹദീസിൽ കാണാം അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. സുമ്മ ആദാഹു, പിന്നെയും ചീത്ത വിളിച്ചു. ഫസമത്ത, വീണ്ടും മിണ്ടാതിരുന്നു. സുമ്മ ആദാഹു, പിന്നെയും ചീത്ത വിളിച്ചപ്പോൾ, മൂന്നാമത് ചീത്ത പറഞ്ഞപ്പോൾ ഫന്തസറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കാൻ തുടങ്ങി. പ്രതികരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് പോയി. അതുവരെ അവിടെ ഇരിക്കായിരുന്നു റസൂലുള്ളാഹ്. പക്ഷെ പ്രതികരിച്ചപ്പോൾ റസൂലുള്ളാഹ് എഴുന്നേറ്റ് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചോ? എന്റെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അനിഷ്ടം തോന്നി, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസല മിനസ് സമാഇ മലകുൻ ഫയുകദ്ദിബുഹു ബിമാ ഖാല ലക്. ആ വ്യക്തി വന്ന് താങ്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരികയും താങ്കൾക്കെതിരെ ആ മലക്ക് അയാളെ കളവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. താങ്കൾക്ക് വേണ്ടി മലക്കാണ് റദ്ദ് പറഞ്ഞിട്ടുള്ളത്. അത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടും. നിങ്ങൾ മൗനം അവലംബിച്ചാലും റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും. നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാളെ റദ്ദ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഫലമ്മ തകല്ലംത, താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വഖഅ ശൈത്താൻ ഫഇന്നി ലം അകുൽ ലിഅജ്ലിസ് ഇദ് വഖഅ ശൈത്താൻ. എന്നാൽ താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ശൈത്താൻ ഇറങ്ങി വന്നു. ശൈത്താൻ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഞാനിരിക്കില്ല എന്നറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റതാണ്. എന്ന് പറഞ്ഞാൽ ശൈത്താൻ അവിടെ വന്നത്, ഇതാ ഇവർ തമ്മിൽ ഒരാൾ മാത്രം സംസാരിച്ചു, മറ്റൊരാൾ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ശൈത്താൻ ഇടപെടാൻ അവസരമില്ല. രണ്ടാളും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാചിന് ഇടപെടാൻ വളരെ എളുപ്പമാണ്. വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഗു ബൈനഹും. എൻ്റെ അടിമകളോട് പറയണം, നല്ലതേ സംസാരിക്കാവൂ, പിശാച് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. പിശാചിന് ഇടപെടാൻ ഒരിക്കലും അവസരം കൊടുക്കരുത്. നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ, അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ നമ്മെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വാക്കുകളിലൂടെ നമ്മെ തല്ലുകൂടുന്ന ആളുകളാക്കി മാറ്റാൻ വേണ്ടി പിശാച് ശ്രമിക്കും. അതിനവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നല്ലത് മാത്രം പറയുക, അല്ലാത്ത സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുക. ദേഷ്യം പിടിക്കുമ്പോൾ തവക്കുല് അല്ലാഹുവിന്റെ പേരെ ചെയ്യാൻ പാടുള്ളൂ. മക്കളെ മേലെ തവക്കുലാക്കരുത്. എൻ്റെ മോൻ്റെ റിസ്ക് തരും, എൻ്റെ മോൻ അധ്വാനിച്ച് എൻ്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടം അല്ലാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എന്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അല്ലാഹുവിന്റെ മേൽ, അല്ലാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാൻ, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അല്ലാഹുവിന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ. ചിലരങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ്. തവക്കുൽ അള്ളാഹുവിന്റെ